നരച്ചു. ഇത്തിരി വെള്ളം താണോ? എത്ര നേരമാണോ വെള്ളം ചോദിക്കണത്? വെള്ളം ചോദിച്ചു മനുഷ്യന് നിനക്ക് ഭ്രാന്ത് പിടിക്കുമല്ലോ. ഇത്തിരി വെള്ളം തരൂ, ദാഹിച്ച് തൊണ്ട പൊട്ടും. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. താങ്ക് യു. എന്തിനാ ഇങ്ങോട്ടൊക്കെ വരാൻ പോയത്? കത്തി കിട്ടിയ നമുക്ക് ചാവണ്ടേ? ആ ഗ്ലാസിങ് വാങ്ങി. ആ ഗ്ലാസിങ് ഇതാ. അസുഖം ഭേദമായ സ്ഥിതിക്ക് അമ്മയെ കൊണ്ടുപോകണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇവിടുന്ന് മാറ്റി ചെഷയർ ഹോമിലൊക്കെ ആക്കുക എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് അത് കൂടുതൽ മനപ്രയാസം ഉണ്ടാക്കില്ലേ? ഇനിയുള്ള കാലം നിങ്ങളുടെ കൂടെ കഴിയാൻ അവർക്ക് മോഹം ഉണ്ടാവില്ലേ? അതിന് വീട്ടിൽ ആരാ ഉള്ളത്? ഞങ്ങൾ ബ്രദേഴ്സൊക്കെ ഗൾഫിലാണ്. അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ വേണ്ടി ജോലിയൊക്കെ ഉപേക്ഷിച്ച് നാട്ടിൽ വന്ന് നിൽക്കാൻ പറ്റുമോ ഡോക്ടർ? മോളെ, അമ്മ പോട്ടെ. അയ്യോ, എന്തായി മഴയത്ത്? സാർ, ആ കുട്ടി ആരെ? രേഷ്മ. രേഷ്മയോ? ആ. എന്താ ഇത്? ഫ്രെഡി, ഒരു ടവലിങ് എടുത്തേ. എന്തായി കാണിച്ചത് രാത്രി ഒറ്റയ്ക്ക് ഈ മഴയത്ത്? എനിക്ക് ഡോക്ടറെ കാണണം തോന്നി. ഈ കുട്ടിയെ കൊണ്ടുപോയി ഡ്രസ് മാറ്റൂ. ഈ കുട്ടി ഇറങ്ങി പോന്ന കണ്ടില്ലേ? എന്താ ഇങ്ങനെ ഉത്തരവാദിത്വം അല്ലാതെ? എന്ത് സോറി? ഇനി രേഷ്മ കിടന്നോളൂ. ഗുഡ് നൈറ്റ്. ഡോക്ടർ, ഉറക്കം വരില്ലെന്ന്. രേഷ്മയ്ക്ക് ഇപ്പൊ എന്താ തോന്നുന്നത്? ആ അമ്മ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോയില്ലേ? അവരുടെ മകൻ വന്ന് വിളിച്ച് അവർക്ക് പോകണ്ടേ? ഡോക്ടർ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോവോ? ഇല്ല, രേഷ്മ ഉറങ്ങിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. കം. കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് കിടന്നോളൂ. ഗുഡ് നൈറ്റ് my guardian angel. Good night, my guardian angel. The day has sped away. The day has sped away. Well spent hour ill. Well spent Its hour. story is written down for you. Its story is written.
And now, of God's kind providence, Of God's kind providence. thou image pure and bright, watch over me while I am sleeping. My angel dear, good night. Good night. Night. രേഷ്മ മരുന്ന് കഴിക്കേ. സണ്ണി ഡോക്ടർ എന്താ വരാത്ത? അറിയില്ല. ഇന്ന് വരൂലേ? എനിക്കറിയില്ല. ദാ മരുന്ന് കഴിക്കേ. എനിക്ക് വേണ്ട. സണ്ണി ഡോക്ടർ വന്നോ? ഇല്ലല്ലോ. അയ്യോ എന്റെ ഈശോയെ, മോളെന്നെ കൊന്നിട്ടേ പോവുള്ളൂ തോന്നണേ. അയ്യോ. എന്താ രേഷ്മ ഇവിടെ? സാറിനെ കാത്തു നിൽക്കുക. ഇന്നലെയും വന്നിരുന്നു. കണ്ടിട്ടേ പോകുന്നുള്ള വാശിയില്ല. എന്താ രേഷ്മ ഇത്? ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോരാമോ? ഞാൻ അങ്ങോട്ട് വരില്ലേ? എന്നോട് മിണ്ടണ്ട. I hate you. I don't want to see you. Go get lost. രേഷ്മ, Where were you? എന്നോടൊന്ന് പറയുക പോലും ചെയ്ത് പോയില്ലേ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട്. ദുഷ്ടനാ ഡോക്ടർ. I hate you. രേഷ്മ, come here. 2 ദിവസം എന്നെ കാണാതായപ്പോ രേഷ്മയ്ക്ക് എന്താ തോന്നിയത്? Tell me. എനിക്കറിയില്ല. കാണാതായപ്പോ ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. മരിച്ചു പോകും തോന്നി. ഇനി ഡോക്ടറിനെ ഒറ്റയ്ക്കാക്കിട്ട് പോവോ? പ്രോമിസ്. പ്രോമിസ്. പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും രണ്ടും രണ്ടാണ്. രണ്ടായിട്ടേ കാണാവൂ. ഇതൊന്നും തനിക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ആ കുട്ടിയോടുള്ള സണ്ണിയുടെ അപ്രോച്ചിൽ തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആമേ റൈറ്റ്? ശരിയാവാം. ഒരു ഫ്രണ്ടിന്റെ സഹോദരി എന്ന നിലയ്ക്ക് ഞാൻ അവളോട് അല്പം കൂടുതൽ താല്പര്യം കാണിച്ചിട്ടുണ്ട്. അവൾ തൻ്റെ പേഷ്യൻ്റാണ്. പേഷ്യൻറ്റിനോട് നമ്മൾ സിമ്പതറ്റിക് ആവാം, പക്ഷെ എമ്പതറ്റിക് ആവരുത്. ഐ മീൻ, രോഗിയുടെ ജീവിതത്തിന്റെ ഭാഗമാകരുത് ഒരിക്കലും സൈക്കാട്രിസ്റ്റ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഡോക്ടർ. തൻ്റെ പ്രസൻസ് ആ കുട്ടി എപ്പോഴും ആഗ്രഹിക്കുന്നു. മനഃശാസ്ത്രപരമായിട്ട് അതിന് ന്യായീകരണങ്ങളുണ്ട്.
സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി എന്നൊക്കെ പറയാം. പക്ഷേ നമ്മുടെ സോഷ്യൽ സെറ്റപ്പിൽ തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയുള്ളതാണ് ആ കുട്ടിക്ക് തന്നോട് തോന്നുന്ന അടുപ്പം. താൻ അപ്സെറ്റ് ആയൊന്നും വേണ്ട. മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്താൽ മാത്രം മതിയെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്തേ.